ചില സബബുണ്ടാകും. ചില രോഗങ്ങളുടെ പേരിലോ ചില നഷ്ടങ്ങളുടെ പേരിലോ ചിലപ്പോഴല്ല റമദാനെ ആദരിച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു പവിത്ര സമയം, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അങ്ങനെയൊക്കെ ചില സബബുകൾ മുന്നിലെത്തുമ്പോൾ ഒരു പ്രത്യേകം തയ്യാറെടുപ്പ് ചില മുഅ്മിനീങ്ങളിലുണ്ടാവും. നമ്മളിതെല്ലാമുള്ള ഒരു ശൈലിയാണ്. ചില ആളുകൾ കൃത്യമായും ഇബാദത്തിൽ വളരെ ഒരേ ലെവലിൽ ഇബാദത്ത് ചെയ്യുന്നു പോകുന്നവരായിരിക്കും. അങ്ങനെയും ചിലരുണ്ട്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ അയാൾ കയറി കുറച്ച് സമയം അയാളിരുന്ന് ഖുർആൻ ഓതി. ശ്രദ്ധിക്കണം, അയാൾ കുറച്ച് സുന്നത്ത് നിസ്കരിച്ചു, അയാൾ തസ്ബീഹ് മാലയെടുത്തു, കുറേ സമയം അയാൾ ദിക്റിലും സ്വലാത്തിലും കഴിഞ്ഞുകൂടി. ബാങ്ക് വിളിക്കാറായി, ബാങ്ക് വിളിച്ചു, അയാളതിന് ഇജാബത്തൊക്കെ കൊടുത്തു, അയാൾ ഫർദ് നിസ്കരിക്കുന്നു, കുറേ നേരം വീണ്ടും ഖുർആൻ ഓതി, ദിക്റിലും സ്വലാത്തിലും ഒഴുകി. അയാൾ അന്നത്തെ ദിവസം അവസാനിച്ച് ഇശാ കഴിഞ്ഞപ്പോൾ അയാൾ വീട്ടിലേക്ക് പോയി. ഞാൻ എന്നെക്കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ശരിക്കും അയാൾക്ക് ഒരു സംഗതി വിട്ടുപോയി. തസ്ബീഹ് മാലയെടുത്ത് ചൊല്ലിയ 100 ദിക്റും സ്വലാത്തും ഇസ്തിഗ്ഫാറുകളും ഖുർആനോത്തും ഒക്കെ ഇബാദത്തായിരിക്കെ തന്നെ അവൻ വിട്ടുകളഞ്ഞ ഏറ്റവും പരമപ്രധാനമായ ഒരു ഇബാദത്തുണ്ട്. അത് പ്രാർത്ഥനയായിരുന്നു. ദുആഇന് വേണ്ടി അയാൾ എത്ര സമയം ചിലവാക്കി എന്നതാണ് ചിന്തിക്കേണ്ടത്. ഒരു ദുആ എന്ന വലിയ ഒരു ഇബാദത്ത്, ആ ഇബാദത്തിന് എത്ര സമയം അയാൾ ചിലവാക്കി? ഒരു തവണ കൂടി ഒരൊറ്റ സമയം പോലും, ഒരു മിനിറ്റ് പോലും അയാൾ ദുആ ചെയ്തിട്ടില്ല. ഇങ്ങനെ എത്രയോ ദിവസങ്ങൾ ഓരോ മുഅ്മിനും കടന്നു പോകുന്നു. പരിശുദ്ധ റമദാനിൽ തന്നെ ഒരു യാത്രയിൽ എത്രയോ ദുആ ചെയ്യാം നമുക്ക്. ഒരു ദിവസം, ഇന്നത്തെ ദിവസം നമ്മൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ദുആ ഉണ്ടോ? ഗുഹാമുഖത്ത് അടഞ്ഞുപോയ ഗുഹാമുഖം ഒന്ന് തുറന്നു കിട്ടണമെന്ന് വലിയ ഇബാദത്തുകൾ ചെയ്ത 3 സഹോദരങ്ങൾ ആ ഇബാദത്തുകളെ മുന്നിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് റബ്ബ് ഇജാബത്ത് കൊടുത്തത്. അപ്പോഴാണ് ആ ഇബാദത്ത് സ്വീകരിച്ചത്. എത്രയോ ഇബാദത്തുകളെ റബ്ബ് സ്വീകരിക്കാതെ മാറ്റിവെക്കുന്നത് വലിയ ഒരു ഇബാദത്ത് ഇയാളിൽ വന്നു ചേരാത്തത് കൊണ്ടാണ്. അത് ദുആയാണ്. ഖിബ്ലയ്ക്ക് മുന്നിട്ട് വുദൂഓടുകൂടെ അദബോടുകൂടെ ഇരുന്ന് ദുആ ഇരക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഹംദ് ചെയ്ത് റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ദുആ തുടങ്ങണം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ അവസാനിപ്പിക്കണം. പ്രിയ വാപ്പച്ചിക്ക് ഉമ്മച്ചിക്ക് വേണ്ടി ആ ദുആ ഇടയിൽ അവൻ കൊണ്ടുവരണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ദുആ ഇജാബത്തിന് കാരണമാണ്. വലിയൊരു ഇബാദത്താണ് ദുആ. സ്വലാത്ത് ചെല്ലുന്നുണ്ട്, നമ്മൾ ദിക്ർ ചെല്ലുന്നുണ്ട്, ഇതും കൂടെ കൂട്ടിക്കോണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. വളരെ വിനയത്തോടെ ഭക്തിയോടുകൂടെ തഖ്വയോടുകൂടെയാണ് ദുആ ഇരക്കേണ്ടത്. ഇമാമ് ദുആ ചെയ്യുന്നുണ്ട്, മഅ്മൂമിങ്ങളെല്ലാവരും ആമീൻ പറയുന്നുണ്ട് നിസ്കാരത്തിൻ്റെ ശേഷം. അല്ലാത്ത സമയത്ത് എത്രയോ തവണ കൂട്ടുകാർ ദുആ ചെയ്യുന്നു, നമ്മൾ ആമീൻ പറയുന്നുണ്ട്. ഭർത്താവ് ദുആ ചെയ്യുന്നു, ഭാര്യ ആമീൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട പള്ളിയിൽ ഇമാമ് ദുആ ചെയ്യുന്നു, നിങ്ങളൊക്കെ ആമീൻ പറയുന്നുണ്ട്. ഏറ്റവും ഇജാബത്തുള്ള ഒരു വലിയൊരു ഇബാദത്താണ് ഈ ദുആ. ഒറ്റയ്ക്കിരുന്ന് ഇഖ്ലാസോടെ റബ്ബിനോട് ചോദിക്കണം. ആരും കാണുന്നില്ലല്ലോ, ആരും കളിയാക്കൂല്ലല്ലോ. ഒന്നും തേങ്ങിക്കരയി, ഒന്ന് പൊട്ടിക്കരയി. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒറ്റയ്ക്കിരുന്ന് ഇഖ്ലാസോടെ പ്രാർത്ഥിക്കണം. റബ്ബിനത് വലിയ ഇഷ്ടമാണ്. പിന്നൊന്ന്, നീ ഈ ഇബാദത്തിനെ ആവർത്തിച്ച് ചോദിക്കണം. കടം വീടിത്തരണേ അല്ലാ. അടുത്ത ദിവസം ചോദിക്കാൻ ഒരു ചമ്മൽ, അയ്യേ നാണക്കേട്. അള്ളാഹു എപ്പോഴും ചമ്മിപ്പോയാലും ഞാനും ചമ്മി, അള്ളാഹും ചമ്മി. എപ്പോഴെപ്പോഴും കടം ചോദിച്ചാൽ റബ്ബിനൊരു ചമ്മലുമില്ല. ആവർത്തിച്ച് എത്ര തേടിയാലും പ്രാർത്ഥനകൾ കൊണ്ട് ഒരു മടുപ്പും വരാത്ത പരമോന്നത ശക്തി, അവന് വലിയ ഇഷ്ടം കൂടുന്നത് ഈ ആവർത്തിച്ചുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് വൊക്കാബുലറി കുറവായിരിക്കാം, ഒന്ന് ശ്രദ്ധിക്കണേ. പദസമ്പത്ത് നിങ്ങൾക്ക് കുറവായിരിക്കാം. നിങ്ങൾക്ക് ജനപ്രിയ സാഹിത്യമൊന്നും വന്നുകൊള്ളണമെന്നില്ല, വേണ്ട. നിങ്ങളുടെ ജനപ്രിയ സാഹിത്യത്തിനല്ല സ്ഥാനം. അള്ളാഹിനോട് നിങ്ങളിരുന്ന് കരഞ്ഞ് ദുആ ചെയ്യണം. നിങ്ങൾ ആ ദുആ കേട്ടാൽ കടപ്പുറത്തെ കാക്കമാരുടെ താത്തമാരുടെ ദുആ പോലെ തോന്നും. അത് നീയും റബ്ബ് മറിഞ്ഞാൽ മതി. എന്തു രസമാണത്, റബ്ബിന് ഇഷ്ടമാണ്. നിന്നെ ആര് പരിഹസിച്ചാലും നിന്റെ തേട്ടവും നിന്റെ ഞരങ്ങലും നിന്റെ മൂളലും കണ്ണ് നിറഞ്ഞുകൊണ്ട് റബ്ബിനോടുള്ള പ്രാർത്ഥന ഏവൻ തള്ളിയാലും റബ്ബ് തള്ളൂല. റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് റബ്ബിനോട് ആവർത്തിച്ച് ഞരങ്ങി കേണപേക്ഷിച്ച് റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. വീണ്ടും ചോദിക്കണം. രോഗം മാറണം. എത്ര തവണ ചോദിക്കും? പറയാതെ തന്നെ ചോദിക്കൂലേ? അള്ളാഹുവിനോട് ചോദിക്കണം. അവ്വലിൽ അംറിൽ തിരുനബി തങ്ങളോടൊപ്പം സ്വർഗപ്രവേശനം വേണമെന്ന് ചോദിക്കണം. പിന്നെയോ നല്ല ഉറച്ച വിശ്വാസത്തോടെ ചോദിക്കണം, എനിക്കിത് കിട്ടും ഇൻഷാ അല്ലാഹ്. അൽ ഈമാനു ബൈനൽ ഖൗഫി വറജാ.
ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെ ഇടയിലായിരിക്കണം മുഅ്മിൻ. കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാവണം. ഒരു പ്രതീക്ഷയില്ലാത്ത ചോദ്യം പാടില്ല. കിട്ടുമെന്നൊരു ഉറപ്പോടുകൂടെ ചോദിക്കും പോലെ കടുത്ത വിശ്വാസത്തോടുകൂടെ നീ റബ്ബിനോട് തേടണമെന്നാണ്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. നബിയേ, അങ്ങയോട് എന്നെക്കുറിച്ച് തേടിയാൽ, ചോദിച്ചാൽ, ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ മറുപടി കൊടുക്കണം. പ്രവാചകരെ, ഞാൻ ആരെന്നറിയുമോ? നിന്നോട് കൂടുതൽ കൂടുതൽ അടുത്ത് ഇരിക്കുന്നവനാണ്, നിന്നോട് വല്ലാത്തൊരടുപ്പമുള്ളവനാണ്. അകലത്തിലല്ല ഞാൻ. നീ എന്നോടൊന്നു തേടിയാൽ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാനി, നീ എന്നോട് തേടിയാൽ നിനക്ക് ഉടൻ ഉത്തരം നൽകുന്നവനാണ് ഞാൻ. ചോദിക്കുന്നത് പരമോന്നത ശക്തി പറയുന്നത്, ഞാൻ നിനക്ക് ഉത്തരം നൽകുന്നതാണ്. റബ്ബിൻ്റെ ഒരു സ്വഭാവം. ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണേ നബിയെ, ഞാൻ നിങ്ങൾ അടുത്തുണ്ടെന്ന് പറയണേ നബിയെ. ആരാ അല്ലാഹ്? നിങ്ങൾ അടുത്ത് എപ്പോഴും ഉള്ള ആളാണ് അല്ലാഹ്. അൽഹംദുലില്ലാ. പിന്നെ നിങ്ങൾ ചോദിച്ചാൽ ഉടൻ ഉത്തരം തരുന്ന ആളാണല്ല, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണല്ല. പറഞ്ഞു കൊടുക്കണം നബിയെ. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ എന്ന് പറയുന്നത് അതാണ് ഇബാദത്ത്. നിങ്ങൾ സാധാരണ കണ്ട ഇബാദത്തിനോടൊപ്പം നിങ്ങൾ ഈ ഇബാദത്തിനെ ചേർക്ക്. ഞാൻ ചേർത്തിട്ടില്ല സത്യം. ഇന്നത്തെ ദിവസം ഞാൻ ഒന്ന് ദുആ ചെയ്തോ? ദുആ ചെയ്തിട്ടില്ല. നമ്മളൊക്കെ ദുആ ചെയ്യണം. ഫദീലത്തായ രാത്രിയാണ്, റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ 24 അല്ല 20,000 ദുആ ചെയ്താൽ അല്ലാഹ് സ്വീകരിക്കും. ഈ രാത്രി ഫദീലത്തുടെ രാത്രിയാണ്. ഒരു ദുആ പോലും, 24 പോട്ടെ, ഒരു ദുആ പോലും നമ്മൾ രാത്രികളിൽ ചോദിക്കണില്ലല്ലോ അള്ളാഹുവിനോട്. അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു ഇത്ഖും മിനന്നാർ നൽകട്ടെ. അള്ളാഹുവിൻ്റെ തജല്ലി കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ ഇരു ലോകത്തും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ. ജീവിത വിഭവങ്ങളിൽ അള്ളാഹു നമുക്ക് വർധനവ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം അള്ളാഹു നൽകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകുമാറാകട്ടെ. മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പറയാണ്, അള്ളാഹുവിൻ്റെ ഒരു കാര്യം കേൾക്കണം. അള്ളാഹു പറയാണ്, എന്നോട് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്നോട് ചോദിക്കാത്തതുകൊണ്ട് എനിക്ക് ദേഷ്യമാണ് അവനോട്. എന്നോട് ദുആ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അവനോട് ദേഷ്യമാണ്. ദുആ 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 ദുആ, എപ്പോഴും ദുആ. അവൻ ഭാഗ്യവാനാണ്, അവൻ ഹൈറുള്ളവനാണ്, അവനെ റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ മൈക്കിൽ കൂടെ ഉള്ള ദുആ അല്ല പറഞ്ഞു. ഒറ്റയ്ക്കിരുന്ന് ദുആ, മൈക്കിൽ കൂടെ ദുആ ചെയ്താലും, ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്താലും, കൂട്ടമായിട്ട് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്താലും ഒക്കെ ഇജാബത്ത് കിട്ടുന്നത് നിയ്യത്തനുസരിച്ചാണ്. ഇമാമിൻ്റെ നിയ്യത്ത് ഇമാമിന്, മഅ്മൂമിൻ്റെ നിയ്യത്ത് മഅ്മൂമിന്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറിയുന്ന അള്ളാഹുവാണ്. മുന്നിലിരിക്കുമ്പോൾ ആമീൻ പറയുമ്പോൾ ചിലരൊക്കെ ഇഖ്ലാസോട് ആമീൻ പറയണം, ചിലർ ഉറങ്ങിക്കൊണ്ട് ആമീൻ പറയണം, ചിലർ നിരൂപണക്കാരായിട്ട് ആമീൻ പറയണം, ചിലർ മറ്റു ചില ചിന്തകളിൽ ആമീൻ പറയണം, ചിലർ ഇതൊന്ന് കഴിഞ്ഞെങ്കിലെന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇമാമിൻ്റെ ദുആ ഒന്ന് പെട്ടെന്ന് നിർത്തിയിരുന്നെങ്കിലെന്ന് ചില ആളുകൾ സദസ്സിരുന്ന് തന്നെ ദുആ ചെയ്യുന്നു. അങ്ങനെ പലവിധ ദുആകളുണ്ട്. അള്ളാഹു നല്ല ഇഖ്ലാസുള്ള ദുആക്ക് നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലെങ്കിൽ റബ്ബിന് ദേഷ്യമാണ്. മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി. ദുആ ചെയ്യാത്തവനോട് അള്ളാഹുവിന് വലിയ ദേഷ്യമാണ്. അദ്ദുആഉ മുഖുൽ ഇബാദ. ദുആ എന്ന് പറയുന്നത് മജ്ജയാണ്, ഇബാദത്തിൻ്റെ മജ്ജയാണ്. സ്വലാത്ത് ചൊല്ലിയിട്ട് അത് സ്വീകരിക്കണമെങ്കിൽ ദുആ വേണം. നിസ്കാരം കഴിഞ്ഞ് ദുആ വേണം, നിസ്കാരം കഴിഞ്ഞ് ദുആ വേണം, ഇബാദത്തുകൾ കഴിഞ്ഞ് ദുആ വേണം. ഈ ദുആനെ മാറ്റി നിർത്തരുത്, അത് ഇബാദത്തിൻ്റെ മജ്ജയാണ്. ലാ യറുദ്ദുൽ ഖളാഅ ഇല്ലാ ബിദ്ദുആ. ഇത്രയോ ഹദീസ്. നിനക്ക് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിരുന്ന ഒരു ആക്സിഡൻറ്റ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിന്റെ ദുആ കൊണ്ട് അള്ളാഹു അത് തട്ടി മാറ്റും. ഖളാഇനെ തട്ടി മാറ്റാൻ ദുആഇനല്ലാതെ സാധ്യമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിനോട് ഇരു കരങ്ങളും ഉയർത്തി കണ്ണുനീരോടെ ദുആ ചെയ്തോ. നമുക്ക് റബ്ബ് നിശ്ചയിച്ച ഏതെങ്കിലും ഒരു പരീക്ഷണമുണ്ടെങ്കിൽ അള്ളാഹു അതിനെ തട്ടി മാറ്റിക്കളയും. മാറ്റിയിട്ട് അവിടെ ഹൈറ് കൊണ്ടുവച്ച് തരും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അറിയില്ല, കൂട്ടുകാരുടെ കഥ പറഞ്ഞപ്പോഴും ഇന്ന് നടന്ന സംഭവങ്ങൾ ഓർത്തപ്പോഴും അത്ഭുതത്തോടെ ഓർക്കുന്നു. അള്ളാഹു സലാമത്ത് തരട്ടെ. തൊട്ട് മുമ്പ് പോലും അറിയാത്തവരാണ് അവരും നമ്മളുമൊക്കെ. അതുകൊണ്ട് റബ്ബിനോട് എപ്പോഴും കരഞ്ഞ് ദുആ ചെയ്യണം. അള്ളാഹു തട്ടിമാറ്റി നൽകുമാറാകട്ടെ. ഒരു നഷ്ടവുമില്ലാത്തൊരു നിക്ഷേപമാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇനെ കുറിച്ച് പറഞ്ഞത്. ഒരു നഷ്ടവുമില്ല, നല്ല അഭിമാനകരമായ നിക്ഷേപമാണ്. ചെയ്തോണം. 3-1 ഉറപ്പാണ്. എന്താണ്? 1, ഉടൻ അള്ളാഹു ഉത്തരം നൽകും. ചിലപ്പോൾ ഉടൻ തന്നെ റബ്ബ് ഉടൻ ഉത്തരം നൽകും. അങ്ങനെ നൽകിയില്ലെങ്കിൽ ആഖിറത്തിലേക്ക് അള്ളാഹു പരലോകത്തേക്ക് ആ ദുആഇൻ്റെ നന്മയെ മാറ്റിവെക്കും. പരലോകത്തെത്തുന്നവൻ പറയും, ഒരൊറ്റ ദുആഇന് നീ ദുനിയാവിൽ ഉത്തരം തരണ്ടായിരുന്നല്ലോ റബ്ബേ, എല്ലാം എനിക്കിങ്ങ് പരലോകത്ത് തന്നാൽ മതിയായിരുന്നല്ലോ,
എൻ്റെ ആ രോഗം അവിടെ വെച്ച് മാറ്റണ്ടായിരുന്നല്ലോ റബ്ബേ, എനിക്കിങ്ങ് പരലോകത്തേക്ക് തന്നാ മതിയായിരുന്നല്ലോ, കടം മാറ്റണ്ടായിരുന്നല്ലോ റബ്ബേ എന്ന് വിളിച്ചു പറയുന്ന പരലോകത്തിൻ്റെ ഭയാനകത ആ സമയം അത്രയും കാഠിന്യമാണ്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഉടൻ ഉത്തരം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കരുതേ. ഞാൻ ഇത്രയും നിസ്കരിച്ചിട്ട് റബ്ബ് എന്തേ ഇങ്ങനെ ഒരു വല്ലാത്തൊരു പറയല്ലേ. നീ ഫിറഔനായാലും റബ്ബിനൊരു നഷ്ടമില്ല. നീ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയ മഹത്വമുള്ള ആളായാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ ആയാലും റബ്ബിന് വലിയ നേട്ടമൊന്നുമില്ല. റബ്ബ് നീ അനുസരിക്കുന്നോ, റബ്ബിൻ്റെ തർത്തീബുകൾ അനുസരിക്കുന്നു. ഇതാണ് റബ്ബിൻ്റെ നോട്ടം. നീ ഏത് കോലത്തിലായ റബ്ബിനെന്ത്? നമുക്ക് വേണ്ടി. ഫിറഔനെ പോലായാൽ നമുക്ക് നഷ്ടം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ ആയാൽ നമുക്ക് നേട്ടം. എല്ലാം നമുക്ക് വേണ്ടി. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് നൽകുമാറാകട്ടെ. ഇനി പരലോകത്തിൽ ലഭിച്ചില്ലെങ്കിലോ നിന്റെ വിപത്തിനെ അള്ളാഹു തട്ടി മാറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഉത്തരം ഉടൻ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ പരലോകത്ത് പ്രതിഫലം. ഇത് രണ്ടും തന്നില്ലെങ്കിൽ നിന്നിൽ അള്ളാഹു വെച്ച ഒരു പരീക്ഷണത്തെ നിന്റെ ഈ ദുആ കൊണ്ട് അള്ളാഹു ഇപ്പോഴത്തെ തട്ടി മാറ്റിയിട്ടുണ്ടാവും. പറയില്ല അള്ളാഹു എന്തോ ഒരു വലുത് വരാൻ അള്ളാഹു സലാമത്താക്കി. വലിയൊരു ആക്സിഡൻറ്റ് നടന്നു അല്ലേ, ട്രക്ക് ഇടിച്ചിട്ട് കഴിഞ്ഞ റമദാനിൽ 15ാമത്തെ നോമ്പിന് വലിയ ട്രക്കാണ് എൻ്റെ ഈ ചെറിയ തീപ്പെട്ടി കാറിൽ ഇടിച്ച് ആ കിടപ്പ് കണ്ട് അപ്പ ചാനലുകാർ പോലീസൊക്കെ ഓടിയെത്തി. ആ സ്പോട്ടിൽ അവർ മുന്നിലെത്തി. നെഞ്ചടച്ചു പോയി. ആ ഡോറൊക്കെ ജാമായിട്ട് എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. നോക്കുമ്പം അതിൻ്റെ ശബ്ദമൊക്കെ ഒന്നും ഓർത്താൽ ഞെട്ടലാണ്. ഇവിടുന്ന് പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ സ്ത്രീകളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ പോകുമ്പോഴാണ് ഇടിച്ച് ഞെരുങ്ങി നിൽക്കുന്നു. അടുത്ത ഡോറിലൂടെ മറുഭാഗത്തോടെ ഇറങ്ങി. ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ പോലീസിൻ്റെയൊക്കെ മുമ്പിൽ നിന്നിട്ടാണ് പറയണത്, ഇതിനകത്തിന് നാളെവിടെ? ഞാൻ തന്നെ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയുള്ള മയ്യത്തിൻ്റെ തുണി എൻ്റെ കാറിൽ പിന്നിലിരിപ്പുണ്ട്. പിറ്റേ ദിവസം എൻ്റെ ഉമ്മ മരണപ്പെടുകയാണ്. സക്കറാത്തിൻ്റെ ഹാലിലാണ്. 18 മരണപ്പെടുകയാണ്. ആ സമയത്ത് പോലീസിനോട് പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, കുഴപ്പമില്ല, ഒരു പോറലില്ല. ഏതോ ഒരു ദുആ റബ്ബ് സ്വീകരിച്ചതാണ്. എനിക്കുറപ്പാണ് നിങ്ങളുടെ ദുആ റബ്ബ് സ്വീകരിച്ചതാണ്. അത്ഭുതത്തോടെ ഞാൻ നോക്കുകയാണ്. ആ ഡ്രൈവർ പേടിച്ചിറങ്ങി വന്നിട്ട് അതോ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഉസ്താദ് ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. എല്ലാവരും ആ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ പോലീസ് ഓഫീസർ വന്നിട്ട് പറഞ്ഞേ, പടച്ചോ നിങ്ങളെ കാത്തെന്ന് പറഞ്ഞു. ഒരു ഹൈന്ദവ SI ആണ് അവിടുത്തെ കല്ലമ്പല അല്ല നമ്മുടെ ആറ്റിങ്ങല്ലേ. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതിന് ഇൻഷുറൻസും ഇല്ല, പുകയില്ല, വണ്ടിക്കൊന്നുമില്ല, ഒന്നുമില്ല. അങ്ങോട്ടും തവക്കുലാക്കി അടയ്ക്കണേ 3000 രൂപയാണ്, അപ്പോൾ പൈസയില്ല. മൂപ്പരെന്നെ നോക്കി. എന്നിട്ട് അപ്പം തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞ് ഒരു വാക്ക്, അൽഹംദുലില്ലാ, ഞാനിന്ന് ഓർക്കുകയാണ്. അള്ളാഹു ശുക്ർ നൽകും. അദ്ദേഹത്തിന് അള്ളാഹു ഖൈർ നൽകട്ടെ, ഹിദായത്ത് നൽകട്ടെ. മനസ്സിൽ പെട്ടെന്ന് പരിശുദ്ധ റമദാൻ്റെ ഒരു പോരിശയാണ്. എന്താ പ്ലാന്? ശരി, വണ്ടി ഓണാക്കി, ഹസാർഡ് ലൈറ്റ് ഇട്ടു, മെല്ലെ മുന്നോട്ട് പോയി. വണ്ടി നീങ്ങുന്നു, വീട്ടിലെത്തി. ഉമ്മാൻ്റെ അടുത്തെല്ലുമ്പോൾ ഉമ്മ എന്നെ നോക്കുന്നുണ്ട്. ഓർമ്മയില്ലാത്ത കിടന്ന് കണ്ണിങ്ങനെ തുറന്നിട്ട് ആ ഉമ്മ എന്നെ നോക്കുന്നു, ചിരിക്കുന്നു. എൻ്റെ സഹോദരി എന്നോട് ചോദിച്ചു, ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇക്ക വന്നിങ്ങനെ നോക്കുമ്പോൾ വലിയമ്മ വല്ലാത്തൊരു നോട്ടം നോക്കിയെന്ന് പുഞ്ചിരിച്ചല്ലോ, ഒരു അത്ഭുതമായിട്ട് തോന്നി. എന്ത് പറ്റിയെന്ന് അവൻ അത് ഉമ്മച്ചിക്കും എനിക്കറിയാമെന്നുള്ളൊരു രഹസ്യമാണ്, റബ്ബിനും അറിയാം. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അള്ളാഹു സലാമത്താക്കി. ഒരു കേസുമില്ല, ഒന്നുമില്ല, റാഹത്തായിട്ട് വീട്ടിലെത്തി. ആ പോലീസ് ഓഫീസർ ഇത്രേ പറഞ്ഞുള്ളൂ, ഇന്ന പള്ളിയിൽ ഇമാമാണ്, മയ്യത്ത് തുണി ഇവിടെ ഇരിപ്പുണ്ട്, ഉമ്മ സക്രാത്തിൻ്റെ ഹാലിലാണ്, ഇങ്ങനൊരു സംഗതി, പേപ്പറും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. എതിർ വണ്ടിക്കാർക്കും പരാതിയില്ല. പക്ഷേ ഞാൻ ഇന്നും അത്ഭുതത്തോടെ ഓർക്കുകയാണ്. ആ ഡ്രൈവർ പിന്നീട് ഇന്ന് വലിയ കൂട്ടുകാരനാണ്. വാട്സാപ്പിൽ ഇന്ന് ഞങ്ങൾ ഇപ്പോഴും ചാറ്റും. ആക്സിഡൻ്റ് എന്നാണ് ഞാൻ വാട്സാപ്പിൽ അടിച്ചിട്ടിരിക്കുന്നത്. എൻ്റെ ഓരോ നസീഹത്തുകൾ ഇടുമ്പോഴും അദ്ദേഹം കേൾക്കും, ദുആ ചെയ്യും, അദ്ദേഹം എനിക്ക് ദുആ ചെയ്യും. ഈ അടുത്തും അദ്ദേഹം മെസ്സേജ് അയച്ചു. പാലുകാച്ചനും അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ അറിയിച്ചു. അദ്ദേഹം വലിയ കൂട്ടുകാരനാണ്. ഇപ്പോഴും പറയും അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ പറയുന്നു ദുആയാണ്, ഇതിനപ്പുറം ഒന്നും പറയില്ല. നിങ്ങളുടെ ദുആയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാ വിപത്തിൽ നിന്നും സലാമത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ഇപ്പോൾ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഒക്കെ ക്ലിയറാണ്, ഒക്കെ കറണ്ടാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ ബാങ്കിൻ്റെ സമയത്തുള്ള ദുആയ്ക്ക് ഇജാബത്താണ്. എപ്പോഴാണ് ദുആ ചെയ്യേണ്ടത്? ബാങ്ക് ഇഖാമത്തിൻ്റെ ഇടയിൽ ദുആയ്ക്ക് ഇജാബത്താണ്. തഹജ്ജുദിൻ്റെ സമയത്ത് ദുആഇന് ഇജാബത്താണ്. സുജൂദിൽ ഫർദായ സുജൂദുകളുണ്ട്. ആ സുജൂദിൽ അറബിയിൽ തന്നെ ദുആ ഇരിക്കണം. ഉള്ളിൽ മനസ്സിൽ, നമ്മുടെ ഭാഷയിൽ മനസ്സിൻ്റെ ഉള്ളിൽ ദുആകൾ കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ദുആ ചെയ്യാം, നമ്മുടെ ഭാഷയിൽ ദുആ ചെയ്യാം. തഹജ്ജുദിൻ്റെ സമയം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാം. റബ്ബിന് ഏറ്റവും ഇജാബത്തുള്ള, ദുആയ്ക്ക് ഇജാബത്തുള്ള ഫളീലത്തായ സമയങ്ങളുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആകൾക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. എല്ലാ വിപത്തുകളിൽ നിന്ന് അള്ളാഹു സലാമത്താക്കട്ടെ. അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിൽ ഏതോ ഒരു ഖൈർ റബ്ബ് വെച്ചിട്ടുണ്ടാവും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇവിടെ പള്ളിയിലൊക്കെ ഖിദ്മത്തിലുണ്ടായിരുന്ന എത്രയോ ഉസ്താദുമാരൊക്കെ അല്ലേ, എത്രയോ ആക്സിഡൻറ്റുകൾ പറ്റി, എത്രയോ മുറിവുകൾ പറ്റി. പഴയ കാലത്തൊക്കെ നമുക്ക് മാസങ്ങളോളം നമ്മളെല്ലാവരും എല്ലാ നിലയ്ക്കും തട്ടും മുട്ടും ഒക്കെ പറ്റിയിട്ടുണ്ട്. അവിടെ എല്ലാവരുടെയും നിങ്ങളുടെ ദുആ കൊണ്ടാണ് ഒക്കെ സലാമത്തായിട്ടുള്ളത്. അതുപോലെ തന്നെ എത്രയോ കൂട്ടുകാർ വന്ന് നമ്മളോടും അനുഭവം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇന്ന് തറാവീഹ്